ഹായ് ഡിയേഴ്സ്. കേളി പുഷ്പം നോവൽ തുടരുന്നു. രഹനയുടെ ഉപ്പ അസൈനാർ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അസൈനാരുടെ മകൾ രഹന ജയിച്ചിരിക്കുന്നു, നല്ല മാർക്കോടെ തന്നെ. രഹന തന്റെ പിതാവിന്റെ കവിളിൽ ഒരു മുത്തം നൽകി. ദിവസങ്ങൾ മിന്നിമറഞ്ഞു. രഹന പഠിച്ച സ്കൂളിൽ തന്നെ +1 അവൾക്ക് അഡ്മിഷൻ കിട്ടി. സ്കൂളിലേക്ക് നടന്നു വരുന്ന രഹനയെ വാഗച്ചോട്ടിൽ ജംഷീർ കാത്തുനിന്നു. വാഗമരത്തിൽ നിന്നും ചുവന്ന പൂക്കൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു. കുറെ നേരായോ നീ വന്നിട്ട്? ഇന്ന് കോളേജിൽ പോയില്ലേ? ജംഷീറിന്റെ അടുത്തെത്തിയപ്പോൾ രഹന ചോദിച്ചു. ഇന്ന് ഞാൻ ലീവാക്കി, എന്റെ മുത്തിനെ കാണാൻ. കാറ്റിൽ ഉതിർന്നു വീണ രഹനയുടെ തട്ടം നേരെയിട്ട് കൊടുത്തു ജംഷീർ. സ്കൂൾ വിട്ടു പോകുന്ന രഹനയുടെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. നിന്നെ എനിക്ക് ഇഷ്ടമാണ് രഹന, ആ ചെറുപ്പക്കാരൻ രഹനയോട് പറഞ്ഞു. രഹന ഒന്നും മിണ്ടാതെ നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. രഹനയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ വാഗച്ചോട്ടിൽ അവളെ കാത്തുനിന്ന ജംഷീറിന്റെ മുഖം വാടി. തുടരും. Please subscribe, like, comment and share.